സർക്കാരിന്റെ ഏറ്റവും പ്രീമിയം പ്രോജക്റ്റുകളൊന്നാണ്. അവിടെ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്ന് പറയുന്ന ഒരു ആക്ഷേപകരമായ. ഞാനത് മന്ത്രി അതിനെക്കുറിച്ച് വിശദീകരണം നൽകി. അദ്ദേഹം തെറ്റുപറ്റിയതിൽ ഖേദവും പ്രകടിപ്പിച്ചു. ഇനി അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. അല്ലല്ല, അവിടെ ഏറ്റവും നന്നായിട്ടാണ് അത് ചെയ്തത്. ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി അവിടെ നന്നായിട്ട് ചെയ്തു. നമ്മൾ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. 2 മാസം ഞങ്ങൾ വന്ന ഉടനെ തന്നെ പ്രീ മൺസൂൺ മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടി. ജില്ലാ കളക്ടർമാരോട് നോക്കാം. ഹൈവേയെ കുറിച്ച് പേടിയുണ്ടായിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാരോടും ഹൈവേയുടെ കുഴപ്പമുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കാൻ പറഞ്ഞു. ഇതുപോലത്തെ പ്രദേശങ്ങൾ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായിട്ടുള്ള ഇത് കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത് ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിൻ്റെ മന്ത്രി ലിജുവിൻ്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിളിച്ചത് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിൻ്റെ ഫോണിൽ നമ്പർ കിടക്കുന്നുണ്ട്. എവിടെ? എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പലകര സംവിധാനം ഒന്നുമില്ല. പകരം MLA തന്നെ ചെയ്യാമല്ലോ. MLA തന്നെ ഉണ്ട് അവിടെ. ജില്ലാ കളക്ടർ കൊടുക്കും. അങ്ങനത്തെ ഒരു വിഷയം അവിടെയില്ല. വെള്ളം കയറിയ സ്ഥലത്ത് വേറെ ക്യാമ്പിലേക്ക് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ 150 പേര്, അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല. 1500 പേരുടെ ക്യാമ്പ് പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 150 പേരിൽ ക്യാമ്പ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അടുത്ത സ്ഥലത്തേക്ക് ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എത്ര രൂപ ചിലവായാലും ഒരു ഇതില്ലാന്ന് ജില്ലാ ഭരണകൂടത്തിൽ അവിടെ ചാർജുള്ള മന്ത്രി 2 പ്രാവശ്യം വിളിച്ചു. ഇപ്പോൾ 3ാമത്തെ മീറ്റിംഗ് ഇന്ന് രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജുള്ള മന്ത്രി എവിടെ പരാതി പറഞ്ഞാൽ കുട്ടനാട് MLA അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ 2 മീറ്റിങ്ങിലും കുട്ടനാട് MLA പങ്കെടുത്തിട്ടുണ്ട്. ഓരോ യോഗം നടക്കുന്നത് പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു നിക്ഷേപകരാണ് ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോകുന്നു. അത് രഹസ്യയാത്രയാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി ഉള്ളിടത്തൊന്നും കാണാൻ പറ്റുന്നത്? അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസരം. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട.